അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരോഗ്യജാലകം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആരോഗ്യപരമായ ചർച്ചകൾ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട് അല്ലേ? ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. ഇപ്പം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസമായിട്ടുള്ള ഒരു രോഗം തന്നെയാണ് പ്രമേഹം എന്നുള്ളത്. എത്ര കാലം ഇതിന് മരുന്ന് കഴിക്കും? എൻ്റെ ഉമ്മൻ്റെ ഒക്കെ അവസ്ഥ എനിക്ക് നല്ല അറിയാം. ഒരുപാട് വർഷങ്ങൾ മരുന്ന് കഴിച്ചിട്ടും മരുന്ന് കഴിച്ച് മരണത്തോടു കൂടിയാണ് അവസാനം ചികിത്സ അവസാനിച്ചത്. ഇതുപോലെ നാം നോക്കുകയാണെങ്കിൽ എത്ര കാലം മരുന്ന് കഴിക്കുന്ന അറിയാതെ പ്രമേഹ രോഗികൾ കഷ്ടപ്പെടുന്നതായിട്ട് കാണാം അല്ലെ? ഈ രീതിയിൽ നോക്കുമ്പോൾ പ്രമേഹത്തിന് അക്യുപഞ്ചറിൽ വല്ല പരിഹാരമുണ്ടോ എന്നുള്ള വലിയൊരു ചോദ്യമാണ്. നമ്മളെ കൂടെ ഉള്ളത് ഹെന്ന അല്ലെ? ഹെന്ന അരീക്കാട. അതെ. ഹെന്ന അരീക്കാട് ഇപ്പോ നമ്മളെ ഈ 18th ആൽഫ ബാച്ചില് അക്യുപഞ്ചർ അക്കാഡമി കാലിക്കറ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ ഒരു ചെറിയ പ്രമേഹവുമായി ബന്ധപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് നമുക്ക് ചോദിക്കാം അല്ലെ? നിങ്ങൾക്ക് ആർക്കാണ് പ്രമേഹം, ആരൊക്കെയാണ് അക്യുപഞ്ചർ ചികിത്സ ചെയ്തത്? എന്റെ ഹസ്ബൻഡിനായിരുന്നു. മാഷാ അല്ലാഹ് നല്ല റിസൾട്ടാണ്. ഒരുപാട് വർഷമായിട്ട് പ്രമേഹം ഉണ്ട്. അതായത് 40ാമത്തെ വയസ്സിൽ തുടങ്ങിയിട്ടുള്ള പ്രമേഹമായിരുന്നു. ഇപ്പൊ എത്ര വയസ്സുണ്ട്? 45 വയസ്സായിട്ട്. 5 വർഷമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടോ? മരുന്ന് അലോപ്പതി പൊതുവെ താല്പര്യം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അലോപ്പതിയിലേക്ക് പോയില്ല. ആയുർവേദം, ഹോമിയോ അങ്ങനെ മാറി മാറി വേറെയും പല ചികിത്സകളൊക്കെ ചെയ്ത് നോക്കി. ഫാമിലിയിൽ നിന്നൊക്കെ ഭയങ്കര പ്രസ്സിങ് ഉണ്ടായിരുന്നു അലോപ്പതിയിലേക്ക് കാണിക്കാന്. പക്ഷെ എന്തുകൊണ്ടോ ഹസ്ബൻഡിനും താല്പര്യമില്ല, എനിക്കും താല്പര്യമില്ല. പക്ഷെ കൂടുതൽ വഷളാവുമായിരുന്നു സ്ഥിതി. കൂടുതൽ മോശമായി വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറെ പ്രയാസങ്ങള്, പിന്നെ ഉറക്കില്ലായ്മ, പിന്നെ മൂത്രം ഇടക്കിടക്ക് മൂത്രിക്കണം, അതുപോലെ എന്താ നെഞ്ഞത്ത് ഭാരം പോലെ, യൂറിനില് കളർ വ്യത്യാസം, ഇടക്ക് ദാഹം, വിശപ്പ്, അതൊക്കെ. സാധാരണ പ്രമേഹ രോഗികൾക്ക് പ്രധാനമായി ഉണ്ടാവുന്ന 2 ലക്ഷണങ്ങളാണ് മെലിച്ചലും ദാഹവും അല്ലെ? ഇത് രണ്ടും സാധാരണയായിട്ട് അധികം കാണാം. ഇപ്പൊ അക്യുപഞ്ചർ ചികിത്സ എടുക്കുമ്പോഴും ഇത് അങ്ങനെ പല ആൾക്കാരും പറയാറുണ്ട്. എന്നാലും മരുന്നില്ലാത്ത ഈ ചികിത്സനെ കൊണ്ട് പൂർണ്ണമായും വലിയൊരു വ്യത്യാസം ഉണ്ടാവുമ്പോൾ മരുന്നില്ലാതെ ജീവിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഭാഗ്യല്ലേ? അപ്പൊ മരുന്ന് കൊണ്ടുണ്ടാവുന്ന പല പാർശ്വഫലങ്ങളും നമുക്ക് ഇല്ലാതിരിക്കുന്നതായിട്ട് നമുക്ക് കൃത്യമായി നിരീക്ഷിച്ചാൽ കാണാം. അപ്പൊ ഒരുപാട് പേഷ്യൻസ് ഇപ്പൊ ഇങ്ങനെ വരുന്നുണ്ട്, പ്രമേഹത്തിനൊക്കെ ചികിത്സിക്കാൻ വരുന്നുണ്ട്. ശരിക്കും ഞാനൊന്ന് ചോദിക്കട്ടെ, എന്റെ കൃത്യമായ ചോദ്യം ഇതാണ്. ഇപ്പൊ എത്ര ജീവജാലങ്ങൾ ഭൂമിയിലുണ്ടല്ലേ? കടലിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് മത്സ്യങ്ങള്, അതുപോലെ കാടുകളിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് വന്യജീവികള്, ആകാശത്തേക്ക് നോക്കുമ്പോൾ ഒരുപാട് പറവകള്, അതുപോലെ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് ഇഴജന്തുക്കള്. ഇവരൊക്കെ പ്രമേഹം ടെസ്റ്റ് ചെയ്തിട്ടാണോ ജീവിക്കുന്നത്? എന്നിട്ട് ഉത്കൃഷ്ടനായ മനുഷ്യന് എല്ലാം ടെസ്റ്റ് ചെയ്താണ് രോഗിയായി കണക്കാക്കുന്നത്. അപ്പൊ അക്യുപഞ്ചറിസ്റ്റ് പറയുന്നത് നിങ്ങൾ ടെസ്റ്റ് ഒന്നും ചെയ്യണ്ട, നിങ്ങൾ പ്രയാസത്തിന് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തു തരാന്ന് പറയുകയും അവർക്ക് പ്രയാസം മാറുകയാണ് ചെയ്യുന്നത്. ശരിക്കും നമ്മൾ രോഗിയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമുക്കുണ്ടാകുന്ന പ്രയാസം, വേദന, തരിപ്പ്, കടച്ചൽ, ഇങ്ങനെയുള്ള പ്രയാസങ്ങൾക്ക് അല്ലെ? ഇതൊന്നും ഇല്ലാത്ത ഒരാൾക്ക് വെറുതെ ടെസ്റ്റ് ചെയ്തിട്ട് അവളെ രോഗിയാക്കുന്നു എന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് എന്താ പ്രയാസം തോന്നിയാണ്? ഇപ്പൊ പഠനത്തിനോട് നിങ്ങളെ ഒബ്സർവ് ചെയ്ത് പോവുകയാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ ഹസ്ബൻഡിന് കുറെ കാലം ചികിത്സ ചെയ്തല്ലോ. ഈ ചികിത്സയില് നോക്കുന്ന സമയത്ത് ഇവര് ടെസ്റ്റ് ചെയ്തത് ശരിക്കും ഉചിതമായ തീരുമാനമാണോ അല്ലെങ്കിൽ മണ്ടത്തരാണോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഇപ്പൊ എനിക്ക് ഫീൽ ചെയ്യുന്നത് മണ്ടത്തരായിട്ടാണ്. എപ്പോഴും എബവ് 280 ഒക്കെ ആയിരുന്നു ഷുഗർ ലെവല് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. അത് ഭയങ്കര പ്രയാസമായിട്ട് ഇടക്കിടക്ക് പോയി ടെസ്റ്റ് ചെയ്യും. അതിന്റെ വാല്യൂ അങ്ങനെ തന്നെ നിൽക്കും. കുറച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. അപ്പൊ അത് കൂടുതൽ മനസ്സിനെ ബാധിക്കും. പിന്നെയും കൺട്രോൾ ചെയ്യാൻ നോക്കും. ഫുഡൊക്കെ ഒരുപാട് കൺട്രോൾ ചെയ്തിന്. പല രീതിയിൽ ചെയ്തു നോക്കിയിട്ടുണ്ട്. അതിന് വേണ്ടിട്ട് ഞാൻ മെനക്കെട്ട് ഹസ്ബൻഡിന് ഫുഡൊക്കെ റെഡി ആക്കിയിട്ട് കൺട്രോൾ ചെയ്ത് പോന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ മാഷാ അല്ലാഹ് അക്യുപഞ്ചറിലേക്ക് എത്തിയതിനു ശേഷം ഒരു കൺട്രോളിങ്ങും ഇല്ല. അതായത് ഇഷ്ടമുള്ള ഭക്ഷണം, മൂപ്പർക്ക് പ്രത്യേകിച്ച് ഐസ്ക്രീമിനോടൊക്കെ നല്ല ഇഷ്ടമാണ്, മധുരം നല്ല ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ അതൊക്കെ ആഹത്തില് കഴിച്ചിട്ട് പോകുന്നുണ്ട്. കൂടുതലാണെങ്കിലും സിനിമാ നടൻ പറഞ്ഞ മമ്മൂട്ടി പറഞ്ഞ കാര്യം ഇപ്പൊ ഓർമ്മ വരുന്നത്, ഞാൻ ഇഷ്ടമുള്ള ഭക്ഷണം ഒരുപാട് കഴിക്കുന്നില്ല, ഇഷ്ടമുള്ള ഭക്ഷണം കുറച്ച് കഴിക്കുന്ന പറയുന്നുണ്ട്. അതേപോലെ ഇഷ്ടമുള്ള എന്തും കഴിക്കല്ലേ? നമ്മളെ നാവിനാണ് തോന്നുന്ന ടേസ്റ്റ്. നമ്മളെ അക്യുപഞ്ചർ നിയമം അതാണ്. ഒരുപാട് കുത്തി നിറയ്ക്കാന്നല്ല കേട്ടോ അതിനർത്ഥം. ആവശ്യത്തിനനുസരിച്ച് കഴിക്കുക, അല്ലെ വിശപ്പുള്ള സമയത്ത് കഴിക്കുക. ഇങ്ങനെ കൃത്യമായി ചെയ്യുന്ന ആൾക്കാർക്ക് വലിയ പ്രമേഹത്തിന്റെ പ്രയാസം ഉണ്ടാവില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളെ ജ്യേഷ്ഠനായ ഷുഹൈബ് റിയാലു സാറില്ലേ, സാറ് പറയാറുണ്ട് ഡയബറ്റിക് സെമിനാറിന്, നിങ്ങൾ വിശക്കുന്ന സമയത്ത് മാത്രം ആഹരിക്കുകയാണ് പ്രമേഹത്തിന്റെ ഒരു പ്രയാസം ഉണ്ടാവില്ല. ഇത് തന്നെയാണ് ശരിക്കും അക്യുപഞ്ചറിന്റെ ബേസ്. നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നവര്
നമ്മൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ പറയുന്നുണ്ട്. ഇതൊക്കെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ്. എന്നിട്ട് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാണ്ട് മരണം വരെ ചികിത്സിക്കുക അല്ലെ? അത് വലിയൊരു വിഡ്ഢിത്തായിട്ട് തോന്നുന്നുണ്ട്. നമ്മൾ ആദ്യം തന്നെ പറയും, നിങ്ങൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, മരുന്ന് നിർത്താൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി നമ്മളെടുത്ത്. ഇത് രണ്ടും ചെയ്യുന്നവർക്ക് കൃത്യമായി അതിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾ ഹസ്ബൻഡിന് മാറിയതായിട്ട് തോന്നുന്നുണ്ടോ? മാഷാഅല്ലാഹ്, ഒരു 5-6 സിറ്റിംഗ് ആണ് ഇവിടെ ഇരുന്നിട്ടുള്ളത്. 4G പാലിച്ച് അത് കറക്റ്റ് ആയിട്ട് മുന്നോട്ട് പോയി. ഇപ്പൊ അതിനുശേഷമാണ് ഞാൻ ഈ പഠനം തെരഞ്ഞെടുത്തത്, അക്യുപങ്ചറിലേക്ക് വരാൻ കാരണം തന്നെ ഹസ്ബൻഡിന്റെ പ്രമേഹം മാറിയതാണ്. ആക്റ്റീവായി. ഈ പറഞ്ഞ പ്രയാസങ്ങളൊന്നും മൂപ്പർക്കില്ല ഹസ്ബൻഡിന്. എന്തൊക്കെ പ്രയാസമായിരുന്നു? രാത്രി പിന്നെ ഉറക്കില്ലായ്മ, മൂത്രം ഇടക്കിടക്ക് മൂത്രയിക്കാൻ മുട്ടുക, പിന്നെ മൂത്രത്തില് കളർ വ്യത്യാസം, അതുപോലെ ക്ഷീണം, നല്ല ക്ഷീണം, എപ്പോഴും മൂഡ് ഓഫ് ആണ് ആള്, എപ്പോഴും ക്ഷീണം ക്ഷീണം ക്ഷീണം. പിന്നെ അതുപോലെ കാളിച്ച, വയറിന് കാളിച്ച, ദാഹം, അതൊക്കെയായിരുന്നു. പ്രമേഹം കൊണ്ടുണ്ടാകുന്ന പ്രയാസത്തിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മരുന്ന് കഴിച്ചാൽ ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റിന്റെ പ്രയാസമായിട്ടായിരിക്കും. അങ്ങനെ നിങ്ങളൊന്ന് വാച്ച് ചെയ്ത് നോക്കുക കേട്ടോ. ഓൺലൈനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഏത് മരുന്നാണോ കഴിച്ചത് അതിന്റെ സൈഡ് എഫക്ട് ലിസ്റ്റ് ചെയ്യുക. അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഫുൾ ആയിട്ട് വായിക്കാം. ആ രീതിയിൽ കുറച്ചും കൂടി ബോധ്യപ്പെടുക അല്ലെ? അങ്ങനെ ബോധ്യപ്പെടുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടി ധൈര്യം വരും. മരുന്നില്ലാതെ ചികിത്സ നമുക്ക് അംഗീകരിക്കുക വലിയ പാടാണ്. എന്താ വെച്ചാൽ നമ്മുടെ ശീലാണ്. മരുന്ന് കഴിച്ച് എന്ത് രോഗത്തിനും മരുന്ന് കഴിച്ച് ശീലമായത്. ഒരുപാട് മരുന്ന് കഴിച്ചിട്ട് മാറാത്ത പല രോഗങ്ങളും അക്യുപഞ്ചറിലൂടെ മാറുന്നുണ്ടെങ്കിൽ തന്നെ അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. നമ്മളെ നിയമങ്ങളും അക്യുപഞ്ചർ ചികിത്സയും എല്ലാം കൃത്യമായി എടുക്കുന്നവർക്ക് വലിയ പ്രയാസത്തിൽ നിന്നും സാധാരണ ഒരു ജീവിതത്തിലേക്ക് നയിച്ചു കൊണ്ടാൻ കഴിയുന്നുള്ള വലിയൊരു ഭാഗ്യല്ലേ? അങ്ങനെ ഇപ്പോ അവരെ പണികളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട്, നല്ല ആക്റ്റീവായി തന്നെ, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ചെയ്യുന്നുണ്ടല്ലേ? ഭക്ഷണം ഇഷ്ടമുള്ളതൊക്കെ മിതമായ അളവിൽ കഴിക്കുന്നു. മിതമായ അളവ് കഴിക്കുന്നുണ്ടല്ലേ? അത് അങ്ങനെ തന്നെയാണ്. ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്നവർക്ക് വലിയ മാറ്റം ഉണ്ടാകുന്നത്. ഈ രീതിയിൽ എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമ്മൾ അക്യുപഞ്ചർ അക്കാഡമിയിൽ നിന്ന് പഠിച്ച ഒരുവിധ ആൾക്കാരൊക്കെ നല്ല ധൈര്യവാന്മാരാണ് അല്ലെ? ഒരുപാട് വർഷം പഠിച്ച MBBS ഡോക്ടറേക്കാൾ എത്രയോ ധൈര്യവാന്മാരാണ്. ഞാൻ ഇന്ന് രാവിലെ മദ്രസയിൽ മകളെ ഒരു പേരൻസ് മീറ്റിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് പറഞ്ഞത്, അവിടുത്തെ ടീച്ചർ പറയാ, നമ്മൾ ഇപ്പോ അവരെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും അല്ലെ, കുട്ടികൾക്ക് എന്താ രോഗം വന്നു കഴിഞ്ഞാലും നമുക്ക് വലിയ ടെൻഷനാണ്. അപ്പൊ അവർക്ക് ഇത്ര ടെൻഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ബോണ്ടിങ് അയക്കുന്ന മക്കൾക്കും ആ ടെൻഷൻ അങ്ങോട്ട് പകരുകയാണ്. അതേപോലെ തന്നെ നോക്കുമ്പോൾ അക്യുപഞ്ചറിസ്റ്റുകൾ ആയ മാതാപിതാക്കളാണെങ്കിൽ അവർക്കൊരു ടെൻഷനും ഇല്ല. അതേപോലെ തന്നെ മക്കൾക്കും ഒരു മാനസിക പ്രയാസമില്ല ഒരു രോഗം വരുമ്പോൾ. അങ്ങനെ രോഗത്തിനെ കാണുന്ന സമയത്ത് തന്നെ ഒരു പകുതി ആശ്വാസമാണ് ഉണ്ടാകുന്നത്. ഈ രീതിയിൽ ഈ പഠനത്തിനെ പറ്റി കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു വിമർശന ബുദ്ധിയോടുകൂടി, ഞാൻ അങ്ങനെയായിരുന്നു അതോട്ട് അങ്ങനെ പറഞ്ഞത്, ഒരു വിമർശന ബുദ്ധിയോട് കൂടിയെങ്കിലും നിങ്ങൾ ഈ ഒരു പഠനം മനസ്സിലാക്കുകയും ഈ ചികിത്സ പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ രോഗഭയം എന്ന് പറഞ്ഞ സംഗതിയേ ഉണ്ടാവില്ല. ഈ രീതിയിൽ എല്ലാവർക്കും ആകാൻ കഴിയട്ടെ എന്ന് സ്രഷ്ടാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.